മാന്യ സദസ്സിന് നമസ്കാരം. രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ തലമുറയ്ക്ക് നിർവഹിക്കാവുന്ന ചുമതലകളെക്കുറിച്ച് എൻ്റെ എളിയ ചിന്തകൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ള ഒരു ആശയമാണ്. വൈദേശിക ഭരണത്തിൻ്റെ കീഴിൽ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോയ രാജ്യത്തെ അന്താരാഷ്ട്ര നിലവാരത്തിന് ഒപ്പം എത്തിക്കുക എന്ന ആശയത്തെയാണ് രാഷ്ട്ര നിർമ്മാണം എന്നത് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്തിലെ നമ്മുടെ മുൻ തലമുറ രാഷ്ട്ര നിർമ്മാണത്തിൽ വഹിച്ച ക്രിയാത്മകമായ പങ്കാണ് ഇന്നിൻ്റെ പുരോഗതി. ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമൂഹിക രംഗത്തും വലിയ കുതിച്ചുചാട്ടങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം നേടിയെടുത്തത്. ഇക്കാര്യത്തിൽ മനുഷ്യശേഷിയിലും വിഭവങ്ങളിലും അന്യരാജ്യങ്ങളുള്ള ആശ്രയത്വം വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. രാഷ്ട്ര നിർമ്മാണം എന്ന ആശയത്തിൻ്റെ അന്തർധാര കറകളഞ്ഞ ദേശീയ ബോധവും രാജ്യസ്നേഹവുമാണ്. നമ്മുടെ രാജ്യം അഭിവൃദ്ധിപ്പെടണമെന്നും മുന്നിലാകണമെന്നുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അദമ്യമായ ആഗ്രഹമാണ് രാഷ്ട്ര നിർമ്മാണം എന്ന ആശയത്തിന് പിന്നിലെ പ്രേരക ശക്തി. ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ സഹോദരങ്ങൾ തൊഴിലവസരത്തിനായി നമ്മുടെ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഭരണതലത്തിലെ അഴിമതിയും കീടകാരിച്ചത വിഭാഗീയ ചിന്താഗതികൾ എന്നിവ രാഷ്ട്ര നിർമ്മാണത്തിന് തുരങ്കം വയ്ക്കുന്ന പ്രതിലോമ ഘടകങ്ങളാണ്. ഭരണകൂടവുമായി ബന്ധപ്പെട്ട വലുതായ അഴിമതിയും അതോടുള്ള പൊതുസമൂഹത്തിന്റെ നിസ്സംഗതയും രാഷ്ട്ര ശരീരത്തിന് വലിയ വിപത്താണ് ഉളവാക്കുന്നത്. ഇവയൊക്കെ അതിജീവിക്കാൻ ഇച്ഛാശക്തിയോടെയും ദൃഢതയോടെയുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഏക മനസ്സോടെ ഏർപ്പെടുവാൻ നമുക്ക് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.